അല്ല, അങ്ങനെ പറയുന്ന ആളുകൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതേ ആക്ഷേപം ഇവിടെ ഇരുന്നുകൊണ്ടാണ് അന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് അറിയിച്ചത്. അത് അറിയിച്ചതനുസരിച്ച് 58,000-ത്തിലധികം ആളുകൾക്ക് അന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളതുകൂടി ഈ നിങ്ങളിപ്പോ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വരി കൂടി കൊടുത്തേക്കണം. ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിരുന്ന ആളുകൾക്ക് അന്ന് ചെയ്യാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് അടൂർ പ്രകാശ് ഇന്ന് MP ആയി ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ MP എന്നുള്ളതിൽ ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അതിന്റെ റിസൾട്ട് വരുന്നതുവരെ MP എന്നുള്ള നിലയിലാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ആളുകൾ പലതും പറയും. എന്റെ ആവേശത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നെ പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്നുള്ള നിലയിൽ പാർട്ടിയോടുള്ള ഉത്തരവാദിത്വവും ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായി ഇന്നലെ പാതിരാത്രിക്കാണ് എന്റെ പര്യടനം അവസാനിച്ചത്. പര്യടനം അവസാനിക്കുന്ന സമയത്ത് 10 മണിയായപ്പോൾ മൈക്ക് ഓഫ് ചെയ്യണം. മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷം ഞാൻ ബാക്കിയുള്ള ഭാഗം കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി ഇതേ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തി, എല്ലാ പോയിന്റുകളിലും ഓടിയെത്തി. അവിടെ എല്ലാം നല്ല ആൾക്കൂട്ടമായിരുന്നു. അത് ഇന്നലെ മാത്രമല്ല, ഈ കഴിഞ്ഞ പല ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം നാവായിക്കുളത്ത് ഏറ്റവും അവസാനം പൂർത്തീകരിക്കുന്നത് 12:30 മണിക്കാണ്. ഞങ്ങൾ മൈക്കൊന്നും ഉപയോഗിക്കാതാണ് പോകുന്നത്. പക്ഷേ അവിടെയെല്ലാം നല്ല ഒരു ജനക്കൂട്ടം അവരെ കാത്തുനിന്നു, അവരെ കണ്ടു, അവരോട് കാര്യങ്ങൾ മൈക്ക് ഉപയോഗിക്കാതെ തന്നെ വർത്തമാനം പറഞ്ഞിട്ട് പോകും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പട്ടികയിൽ നിന്ന് എന്തുകൊണ്ട് നീക്കം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് ഈ പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ ഇതുപോലൊരു ആക്ഷേപം വരില്ല. ആ ആക്ഷേപങ്ങൾ വരില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യമായി കിട്ടിയെന്ന് വെച്ചാല് റിട്ടേൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഉത്തരവല്ല, അല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവ് എന്ന് പറയുമ്പോൾ വാക്കാൽ കൊടുത്തിരിക്കുന്ന ഉത്തരവ്. നിങ്ങളാരും ഇതിൽ ഉൾപ്പെട്ടു വന്നിരിക്കുന്ന ഒരാളിനെ പോലും നീക്കം ചെയ്യാൻ പാടില്ല എന്ന് സർക്കാരിന്റെ ആളുകൾ പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ വാക്കാൽ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാതെ പോകും. അത് സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്തായാലും ഒരു സംശയം വേണ്ട, UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ജയിച്ചു തന്നെ നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെയും ഒരു ഫീലിംഗ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവരെല്ലാവരും തന്നെ എന്നോടൊപ്പം മുഴുവൻ സമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച നാള് മുതൽ ഇതുവരെയും എന്നോടൊപ്പം ഉണ്ട്. അതൊക്കെ ചുമ്മാ ഒരു പ്രചരണങ്ങളുടെ ഭാഗമാണ്. അദ്ദേഹം ചെയർമാൻ പറഞ്ഞത് ശരി, LDFന്റെ പ്രചരണം ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. CPM ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ ഇന്നുകൊണ്ട് അവസാനിക്കത്തില്ല. നാളെ വരെയും അല്ലെങ്കിൽ മറ്റന്നാൾ വരെയും വോട്ടിംഗ് നടക്കുന്നത് വരെയും ഇത് പറഞ്ഞുകൊണ്ടേ അവരിരിക്കും. മൂന്നുപേരല്ലേ മത്സരിക്കുന്നത്. അപ്പോ സ്ഥാനാർത്ഥികൾ ഒരുപാട് 6-7 ഉണ്ട്. അല്ല, ഒരു കാര്യം കൂടി പറയാം. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. അടൂർ പ്രകാശ് ഈ വോട്ടിംഗ് മെഷീനകത്ത് 1ാമത്തെ പേരാണ് എന്റേത്.
അത് കൂടാതെ 2 പ്രകാശന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപരന്മാർ 2 പേര് വന്നിട്ടുണ്ട്. അപരന്മാർ ആരുടെ സ്ഥാനാർത്ഥിയാണ് എന്നതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അപരന്മാരെ കൊണ്ടുവന്നിട്ട് അടൂർ പ്രകാശിനെ പരാജയപ്പെടുത്താൻ പറ്റുമോ? അപ്പോ പരാജയ ഭീതി അടൂർ പ്രകാശിനാണോ മറ്റുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ആണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതുകൂടി ഒന്ന് വിലയിരുത്തൽ നടത്തി ഒരു വർത്തമാനം പറയുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ദയവായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വളഞ്ഞ വഴി ഞങ്ങൾ സ്വീകരിക്കാറില്ല. വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ അംഗീകാരമാണ് എപ്പോഴും ആവശ്യം. ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രവർത്തനം ശൈലിയാണ് കഴിഞ്ഞ 10-28 വർഷക്കാലമായി എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളത്. അതിപ്പോഴും തുറന്നുകൊണ്ട് പോകും.